അതായത് കൃഷ്ണനും ബലഭദ്ര സ്വാമിയും ഇത് കേൾക്കരുത്, വാതിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന് അതായത് രോഹിണി ദേവി വൃന്ദാവനത്തിലെ കാര്യങ്ങൾ പറയാണ്. ഭഗവാന്റെ ലീലകൾ, വൃന്ദാവനത്തിലെ ലീലകൾ ഇങ്ങനെ ഓരോന്നായി പറയുമ്പോൾ ഓരോന്നായി പറഞ്ഞ് അതിൽ സുഭദ്രാദേവി അതിലിങ്ങനെ ലയിച്ചിരുന്നു പോയി. അപ്പോൾ അങ്ങനെ വാതിലിലേക്ക് ഭഗവാനും അതായത് ബലഭദ്ര സ്വാമിയും ശ്രീകൃഷ്ണനും വാതിലിലേക്ക് നടന്നു വരികയും അവരും ഇത് കേട്ടു തുടങ്ങി. അങ്ങനെ ഭഗവാൻ ഇത് കേട്ടപ്പോൾ അതായത് ഭഗവാനോടുള്ള അത്രയ്ക്ക് ഭക്തിയുടെ അങ്ങേയറ്റമാണ് വൃന്ദാവനവാസികൾക്ക്, ബ്രജവാസികൾക്ക് ഉള്ളത്. അപ്പോൾ ആ ഭക്തിയും ഭഗവാന്റെ വൃന്ദാവനത്തിലെ കഥകളും കേട്ടപ്പോൾ അതിൽ ലയിച്ച് ആദ്യം ഭഗവാന്റെ ശരീരം മൊത്തം അതായത് ഒരു ശരീരം മൊത്തം അലിഞ്ഞില്ലാതായി തീർന്ന് തല മാത്രമായി, അതായത് തല വലുതായി വന്നു. ഭഗവാന്റെ കണ്ണ് രണ്ടും വലുതായി വന്നു. ഭഗവാനും ബലഭദ്ര സ്വാമിയും സുഭദ്രാദേവിയുടെ അപ്പോൾ കണ്ണ് വലുതായി വന്നു. അപ്പോൾ ഭഗവാന്റെ കൈയും കാലും അതെല്ലാം ഇങ്ങനെ റിട്രാക്ട് ചെയ്ത്, അതായത് അതെല്ലാം അലിഞ്ഞ് ഇത്ര ഭാഗം മാത്രമായി.